സ്പെഷ്യൽ മുട്ടയും കാന്താരി. കാന്താരി ഈ കാന്താരി കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വെള്ളം കൂടെ കൊടുക്കുമോ? വിച്ചാത്തി വെട്ടത്തി കറിയുമ്പ് കറിക്കത്ത് ചട്ടയം കണ്ണാപ്പ ചെറുനാക്കളൊക്കെ പോകുന്ന എല്ലായിട്ട് കാർഷിക ഉപകരണങ്ങൾ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഭരണിക്കാവ് ഫെസ്റ്റിൻ്റെ പരിപാടികൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. ഈ വർഷവും ഇന്നിവിടെ ഭരണിക്കാവ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ ട്രേഡ് ഫെയറുകൾ, ഫുഡ് ഫെസ്റ്റ്, അങ്ങനെയുള്ള വിവിധ പരിപാടികൾ നടക്കുന്ന കറ്റാനം ഭരണിക്കാവ് ഫെസ്റ്റിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓച്ചറ മുതൽ കാണുന്ന ഒരു സഹോദരിയാണ്. എല്ലാ ഫെസ്റ്റിലും ഇവിടെയും വരുന്നതാണ്. ഇപ്രാവശ്യം നേരത്തെ വന്നു ഇവിടെ. എന്തൊക്കെയാ ഇവിടെ കച്ചവടം? പഴയ കച്ചവടങ്ങളൊക്കെ തന്നെ അല്ലേ? എന്തൊക്കെയാന്ന് പറഞ്ഞോ? ചന മസാല, പിന്നെ കുലുക്കി സർവത്ത്, ചന മസാല, കുലുക്കി സർവത്ത് ഒക്കെയാണ് അല്ലേ? ഇവിടെ ഒരു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. സെൽഫി സ്റ്റിക്കില് ആദ്യമേ വേണ്ടേ ഒരു ഫാമിലി കയറി നിന്ന് കറങ്ങുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാ അല്ലേ? പേരെങ്ങനെ? പ്രകാശ്. ഓക്കെ. സെൽഫി സ്റ്റിക്കിൽ ഉള്ള കറക്കമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു മെഗാലോൺ, ഹോണ്ടയുടെ വണ്ടികളൊക്കെ വെച്ചൊരു മെഗാലോൺ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ സെക്കൻഡ് സ്റ്റാളെന്ന് പറയുന്നത് ബുക്ക് സ്റ്റാളാണല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനാ? എൻ്റെ പേര് നൂറുദ്ദീൻ. മകളുടെയാണ് കേട്ടോ. മകളാണ്. ഏതൊക്കെ ടൈപ്പ് ബുക്സ് ഒക്കെയാണ് നിങ്ങളുടെ ഒരു ടൈപ്പിലുള്ള ബുക്സ് ഉണ്ട്? ഉണ്ടല്ലേ? ഉദ്ദേശിച്ചാണ് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളത്. കപ്പയും മീൻകറിയും വിൽക്കുന്ന അമൃതം കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഇതാണ്. ഇതെന്താണ്? ബീഫാണ്. ബീഫുണ്ട്, മീൻകറിയുണ്ട്. ബീഫുണ്ട്, മീൻകറിയുണ്ട്. കെമിക്കലും ഇല്ല. യാതൊരു കെമിക്കലും. നാടൻ ഉണ്ണിയപ്പം. നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ. അവര് തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ഇങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരുവാതിര കളിച്ച് ക്ഷീണിച്ചവരൊക്കെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ടത് കളിച്ചതൊക്കെ? ഏത് ടീമായിരുന്നു? എത്രാമത്തെ ആയിരുന്നു നിങ്ങളുടെ? 18ാമത്തെ. ഫസ്റ്റ് കിട്ടുമോ? കടയാണ്. ബജിയുണ്ട്. 3 ബജിയാണല്ലേ? നിങ്ങൾ എത്ര പേരാ? 3 പേര്. 3 പേര് ഓരോ ഐറ്റം എടുത്തേക്കാണ്. 4 പേരല്ലേ? ഇതൊരു വെറൈറ്റിയാണ്. പായസവും ബോളിയൊക്കെ റെഡിയാണ്. അതുപോലെ അച്ചാർ ഇതുണ്ട്. ഇതൊക്കെ എന്താണ്? പായസമാണോ? പായസം എടുത്ത് പായസം ഉണ്ട്. ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഭരണിക്കാവ് ഫെസ്റ്റ് ഇങ്ങനെ ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. പായസം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സ്പെഷ്യൽ മുട്ടയും കാന്താരി. കാന്താരി ചമ്മന്തി. കാണിച്ചുതരാം എടുത്ത്. കാന്താരി. ഈ കാന്താരി കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വെള്ളം കൂടെ കൊടുക്കുമോ? കൊടുക്കും. ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കില്ല. എന്നല്ല ഇത് കഴിക്കാൻ 10 രൂപയ്ക്ക് വെള്ളം. സൂപ്പർ കട്ടൻ ചായ എല്ലാം ഉണ്ടല്ലേ? കട്ടൻ ചായയാണ് ഇതിന്റെ കോമ്പിനേഷൻ. നാടൻ പുഴുക്ക്. എന്തൊക്കെയാണ്? കപ്പയുണ്ട്, ചേമ്പുണ്ട്. നാടൻ പുഴുക്ക്, കപ്പയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്. നാടൻ പുഴുക്കും ചമ്മന്തി 50 രൂപ. 50 രൂപ. പേന കമ്പനി, വിവിധതരം പേനകളും പെൻസിലുകളും. അത് കൊള്ളാമല്ലോ. പേന കമ്പനി ആദ്യമായിട്ട് കാണും. എന്തൊക്കെ നിങ്ങളുടെ പേനയും പെൻസിലും ഒക്കെ? എന്തൊക്കെ വെറൈറ്റികൾ? എന്തൊക്കെയാ? ഇത് പേനയാണോ?
ആ കൊള്ളാം. ഇതെന്തൊരു പേനയാ? ഗുളികയുടെ ടൈപ്പ് പേന, ക്യാപ്സൂളിന്റെ ടൈപ്പ് പേന. എങ്ങനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ച്? കൊള്ളാമല്ലോ. ഇങ്ങനെ വലിച്ചു കൊടുത്ത്. ആഹാ, ക്യാപ്സൂൾ പേന. ആ, ഇതാണ് ക്യാപ്സൂൾ പേന. 3 മുറം 100 രൂപ. അതുകൊണ്ട് ഇതെല്ലാം മുറങ്ങളാണ്. വിവിധ കളറുകളിലുള്ള മുറങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് 100 രൂപയുള്ളൂ. പിന്നെ വേണ്ടി ഇവിടെ ഇരുമ്പ് ഐറ്റംസ്. വെട്ടാത്തി കറിയിരുമ്പ് കറിക്കത്ത് ചട്ടയം കണ്ണാപ്പ ജലനാക്കളൊക്കെ പൂണ് എല്ലാമായിട്ട് കാർഷിക ഉപകരണങ്ങൾ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. പേരെന്തോ? ഋതിക. പിന്നെ ഏത് പെൻസിലാണ് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്നത്? ഏതെടുക്കും? എത്ര പെൻസിൽ എടുക്കും? ഏതെങ്കിലും ഒരെണ്ണം എടുക്കത്തുള്ളൂ. ഉപകരണങ്ങളുടെ ഒരു കലവറയാണ് ഇത് കാണുന്നത്. കേട്ടോ, തേങ്ങ പൊതിക്കുന്നത് എലിപ്പത്തായം മുതൽ വരെ ഉണ്ട് അല്ലേ? തടിച്ചരവ അന്നെടുത്ത് കാണട്ടെ. തടിച്ചരവയൊക്കെ ഉണ്ട്. പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് തടിച്ചരവ. ഇത് എത്ര രൂപയാ? 275 രൂപയ്ക്ക് തടിച്ചരവ. ഇവിടെ എന്താ പരിപാടി? ഖാദി ബോർഡിന്റെ അല്ലേ? ഖാദി ബോർഡിന്റെ എന്തൊക്കെ ഐറ്റംസ് പറഞ്ഞു? പശയുണ്ട്, തേനുണ്ട്, പിന്നെ ഹണി നെല്ലിക്കയുണ്ട്, ജവാദുണ്ട്, സോപ്പുണ്ട്, എല്ലാം ഉണ്ടല്ലേ? കട്ടുണ്ട്. ആ, ഓക്കെ. അവിടെ ഖാദി ബോർഡിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. ഒറിജിനൽ സാധനങ്ങളാണ്. ഷർട്ട്, നല്ല കൈലി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി അടുത്ത സ്റ്റാൾ എന്താ നോക്കട്ടെ. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ അടിപൊളിയാണല്ലോ. എന്തൊക്കെയാ ഇവിടെ ഐറ്റംസ് പറഞ്ഞു? ഔഷധ കൺമഷി ഉണ്ട്. ഔഷധ കൺമഷി കണ്ണെരിയത്തിലെ കണ്ണിയൂർച്ചിനൊക്കെ നല്ലതാണ്. ഇതിന് 100 രൂപ വില. 100 രൂപ. നമ്മൾ ഓർഗാനിക് ആയിട്ട് പരമ്പരാഗത രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഔഷധ മുക്കരിയാണ്. ഇതിനെ മാവേല, കറിവേല, ഇന്തപ്പ്, ഗ്രാമ്പ്, കുരുമുളക് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇത് ശരീരത്തിലെ കറുത്ത പാടുകൾ, ചൊറിച്ചിലൊക്കെ മാറുന്ന ബോഡി ബാം ആണ്. ബോഡി ബാം. തേനീച്ചയുടെ മെഴുകിന്റെ മെഴുകുതിരിയാണ് ബി വാക്സിന്റെ. മെഴുകുതിരി. ഇത് കൊള്ളാമല്ലോ. മെഴുകുതിരി. പിന്നെ ഹണിയൊക്കെ ഉണ്ടല്ലേ? നെല്ലിക്കയുടെ മിഠായിയാണ്. നെല്ലിക്കയുടെ മിഠായി എത്ര രൂപ? ഇതിന് 30 രൂപ. 30 രൂപയ്ക്കാണ് നെല്ലിക്കയുടെ മിഠായി ഉണ്ട്. പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ് വെച്ചുണ്ടാക്കിയ സർബത്താണ്. നെല്ലിക്കയുടെ നീരെടുത്തിട്ടുള്ള സർബത്ത്. നെല്ലിക്ക സർബത്ത്. നെല്ലിക്ക സർബത്ത് മധുരമാണോ? മധുരമല്ല. ഇത് താരം പോകാനുള്ള ദന്തപ്പാലയുടെ ഓയിലാണ്. താരം പോകാനുള്ള ഐറ്റംസ്. ഇവിടെ ഫെസ്റ്റ് എന്ന് വരെ ഇതുള്ള 31 വരെയാണ് ഫെസ്റ്റ് ഉള്ളത്. എല്ലാവർക്കും ഇവിടെ നമ്മുടെ നാട്ടുകാർക്കൊക്കെ വന്ന എല്ലാ സാധനങ്ങളും വേണം. വേറെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. മില്ലറ്റ്സിന്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ട്. മില്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മില്ലറ്റ്സ് ഒക്കെ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മില്ലറ്റ്സ്. പേരെങ്ങനെ? ശരണ്യ. ഗ്ലാസുകൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഭരണിക്കാവ് ഫെസ്റ്റില് എത്ര ടൈപ്പ് ഗ്ലാസുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ? 300 മോഡൽ ഗ്ലാസുകൾ. 300 മോഡൽ ഗ്ലാസുകളുടെ 300 ഫ്ലവറുകളുണ്ട്. അവിടെ കുപ്പികളൊക്കെ നല്ല അടിപൊളി കുപ്പികൾ, ജാറുകൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. ജഗ്ഗുകൾ, മഗ്ഗുകൾ എന്ന് വേണ്ട ഫ്ലവറുകൾ എല്ലാം ഉണ്ടല്ലേ? പഴയകാല മിഠായികൾ, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള മിഠായികൾ. വേണ്ട ഇതിനൊക്കെ എന്താ പറയുന്നത്? ഗ്യാസ് മിഠായി. എന്താ ഇതിന് പറയുന്നത്? നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ചില സാധനങ്ങളാണ് ഇവിടെ. കമ്മലും മാലയൊക്കെ വാങ്ങിക്കാനാണ് എപ്പോഴും സ്ത്രീജനങ്ങളുടെ തിരക്ക്. ആഗ്രഹം അത് തന്നെയാണ്. ആ കടകളൊക്കെ ഇങ്ങനെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു.
ചെരുപ്പ് കടയാണ്. ചെരുപ്പുകൾ മാത്രം, വിവിധ ചെരുപ്പുകളുണ്ട്. കോലാപ്പുരി മുതൽ പ്ലാസ്റ്റിക്, റബ്ബർ ചെരുപ്പുകൾ, എല്ലാ ചെരുപ്പുകളുടെയും ഒരു ശേഖരമാണ് ഇവിടെ. എത്ര രൂപ ഇതിന്? ഇത് പല വിലയിലുണ്ട്. ആണോ? എവിടെ പ്രൊഡക്ഷനൊക്കെ? പത്തനംതിട്ട. അതുകൊണ്ട് ഈ അനിയൻ്റെ പ്രൊഡക്ഷനാണ് ഈ LED ലൈറ്റുകൾ. ഇത് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ടോ? വാറണ്ടി ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? കടകളിലൊക്കെ ലഭ്യമാണോ ഇത്? ആണ്. ഉണ്ടല്ലേ? സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത്. പേരെന്തോ? അരുണ്. എത്ര രൂപ ഇതിന്? ഇത് പല വിലയിലുണ്ട്. ആണോ? എവിടെ പ്രൊഡക്ഷനൊക്കെ? പത്തനംതിട്ട. അതുകൊണ്ട് ഈ അനിയൻ്റെ പ്രൊഡക്ഷനാണ് ഈ LED ലൈറ്റുകൾ. ഇത് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ടോ? വാറണ്ടി ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? കടകളിലൊക്കെ ലഭ്യമാണോ ഇത്? ആണ്. ഉണ്ടല്ലേ? അല്ല, ആൾക്കാരൊന്നും എറിയാൻ വരുന്നില്ലേ? വരുന്നുണ്ട്. എത്ര റിങ്ങാ? 6 റിങ് 50. 6 റിങ് 50. അപ്പൊ നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഹോർലിക്സ് ഒക്കെ ഉണ്ടോ അതിനകത്ത്? ഉണ്ടല്ലേ? 6 റിങ്ങിന് 50 രൂപ. ബിസ്ക്കറ്റ്, ഹോർലിക്സ് എല്ലാം ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. 50 രൂപ മുടക്കിയ ഭാഗ്യം ഉണ്ടെങ്കിൽ 10-20 രൂപ സാധനം ഇവിടെ കൊണ്ടുപോകാം.